സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസുകളിൽ ഒന്നായി മാറുകയാണ് പകുതി വില തട്ടിപ്പ്. ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1343 കേസുകൾ. ഇതിൽ 665 എണ്ണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പിരിവ് നടത്തിയത് 49,386 പേരിൽ നിന്ന്. ഇവരിൽ നിന്നും ഈ സംഘം പിരിച്ചെടുത്തത് 281,43,34,000 രൂപ. 281 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വർഷത്തെ നികുതി വരുമാനത്തിന്റെ 3 മടങ്ങാണ്. ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് പകുതി വില വാങ്ങിയത് 36,891 പേരിൽ നിന്ന്. തയ്യൽ മെഷീൻ വാഗ്ദാനം ചെയ്ത് പാതിക്കാശ് വാങ്ങിയത് 56,082 പേരിൽ നിന്ന്. സംസ്ഥാനത്തെ 1.5 ലക്ഷം പേരിൽ നിന്ന് 310 കോടി രൂപ പിരിച്ചു കഴിഞ്ഞ് മാത്രമാണ് നമ്മുടെ കേരള പോലീസ് ഈ വിവരം അറിഞ്ഞത് എന്ന നാണക്കേട്. അത് എത്ര തുടച്ചാലും മാഞ്ഞു പോകില്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. തട്ടിപ്പുകാരുടെ പറുദീസയോ നമ്മുടെ നാട്. ഓരോരോ കേസുകളായി പിടിക്കാം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ചത് 49,386 പേരിൽ നിന്നാണ്. ഇതിൽ സ്കൂട്ടർ കിട്ടിയത് 16,438 പേർക്ക്. സ്കൂട്ടർ കിട്ടാൻ ബാക്കിയുള്ളത് 32,948 പേർക്ക്. കണക്ക് ഇവിടെ തന്നെ വ്യക്തതയോടെ മുന്നിൽ നിൽപ്പുണ്ട്. 16,438 പേർക്ക് സ്കൂട്ടർ നൽകാനായി അനന്തകൃഷ്ണനും കമ്പനിക്കാർക്കും ചെലവാക്കേണ്ടി വന്നത് 32,876 പേരുടെ പൈസയാണ്. പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും മുഴുവൻ കാശും കൊടുക്കാതെ കമ്പനി സ്കൂട്ടർ നൽകില്ലല്ലോ. 32,876 പേരുടെ കാശെടുത്ത് 16,438 പേർക്ക് സ്കൂട്ടർ നൽകി. പിന്നെയും ബാക്കി കിടപ്പുണ്ട് 16,150 പേരുടെ പണം. അതുമാത്രം എത്ര രൂപ വരുമെന്നറിയാമോ? 99,06 ലക്ഷം രൂപ. ആ കാശാണ് ഈ ചേട്ടന്മാരെല്ലാരും കൂടി പൊടി പൊടിച്ചും പുട്ടടിച്ചും തീർത്തത്. ഇനി സ്കൂട്ടർ കിട്ടാൻ ബാക്കിയുള്ള 32,948 പേർക്ക് അത് നൽകണമെങ്കിൽ കണ്ടെത്തേണ്ട തുക 395 കോടി രൂപയാണ്. ശരിക്കും ഈ പ്രതികൾ സംഘടിപ്പിച്ചു നൽകേണ്ട തുക സ്കൂട്ടറിൽ മാത്രം 395 കോടി രൂപ വരും. ഇതാണ് ആ തട്ടിപ്പിന്റെ വലിപ്പം. 16,000 പേർക്ക് സ്കൂട്ടർ നൽകി 99 കോടി പുട്ടടിച്ചും കഴിഞ്ഞ് ഇനി കൊടുക്കേണ്ടത് 395 കോടി രൂപ. ലാപ്ടോപ്പിന്റെ കാര്യത്തിൽ 36,891 പേരിൽ നിന്നും പിരിച്ചെടുത്തത് 9,22,27,500 രൂപയാണ്. 7,000-ലധികം ആളുകൾക്ക് ലാപ്ടോപ്പ് കിട്ടാനുണ്ട്. തയ്യൽ മെഷീനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെന്ന് വീണത്. 56,082 പേരിൽ നിന്നും വാങ്ങിയെടുത്തത് 23,24,27,000 രൂപയാണ്. ഈ വാഗ്ദാനം ചെയ്തതിൽ 53,478 പേർക്കും തയ്യൽ മെഷീൻ നൽകി. തട്ടിപ്പിന് വിശ്വാസ്യത വരുത്താനായി കുറഞ്ഞ വിലയുള്ള തയ്യൽ മെഷീൻ വ്യാപകമായി വിതരണം ചെയ്ത് കാണിച്ചു. സ്കൂട്ടർ ഉടൻ വരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നാടുനീളെ ഫ്ലെക്സ് അടിച്ചും ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വരെ സഹകരിക്കുന്നുണ്ടെന്ന് ധരിപ്പിച്ചുമായിരുന്നു ഈ പണപ്പിരിവ്. അതും നാട്ടിൽ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന NGOകളെ ഒക്കെ മറയാക്കിക്കൊണ്ട്. വാഗ്ദാനം നൽകിയ സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും നൽകണമെങ്കിൽ ഇനിയും കണ്ടെത്തേണ്ടത് 410 കോടി രൂപയാണ്. ഇപ്പോഴും ഈ കേസ് അനന്തകൃഷ്ണനിലും ആനന്ദകുമാറിലും ഒക്കെ തട്ടിത്തിരിഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ആകെയുള്ളത് 2 കോടി രൂപയാണ്. കണ്ടെത്താൻ കഴിഞ്ഞത് 1 കോടി രൂപയിൽ താഴെയുള്ള ഭൂമിയും. ഇത്രയേറെ തുക പിരിച്ചിട്ടും ബാക്കി തുക എവിടെ പോയി? ആനന്ദകുമാറും അനന്തകൃഷ്ണനും മാത്രമാണോ കുറ്റക്കാർ? ഇവരിൽ നിന്നും കോടികൾ കൈപ്പറ്റിയത് ആരൊക്കെയാണ്? ഒരു കോർപ്പറേറ്റ് കമ്പനിയും റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഏതെങ്കിലും NGO വഴി ചെലവഴിക്കില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പണം ചെലവഴിക്കുന്ന കമ്പനിക്ക് പെരുമയുണ്ടാകണമെങ്കിൽ അത് നേരിട്ട് നൽകണം. സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വിതരണം ചെയ്യണമെങ്കിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് കമ്പനികൾ നേരിട്ടാണ് ചെയ്യുക. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ മുഴുവൻ സൗജന്യമായിരിക്കും. ഒരു കമ്പനിക്കും പകുതി വില ഗുണഭോക്താക്കളിൽ നിന്നും പിരിക്കാൻ അനുവാദമില്ല. അങ്ങനെ പണം വാങ്ങണമെങ്കിൽ അതിന് അനുവാദം സ്കൂട്ടർ നിർമ്മിക്കുന്ന കമ്പനിക്കാണ്. അതും പകുതി വില പണമായിട്ടും നേരിട്ടും ബാക്കി പകുതി എവിടെ നിന്നായാലും ചെക്കായും നൽകണം. ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായും കരാറില്ലാതെ ഇപ്പണിക്കിറങ്ങിയ അനന്തകൃഷ്ണന് ഇത് തട്ടിപ്പാണെന്ന് അറിയാമായിരുന്നു.
പിരിച്ച പണമല്ലാതെ മറ്റൊന്നും അനന്തുവിന്റെ കയ്യിൽ ഇല്ലെന്നറിയാമായിരുന്ന ആനന്ദകുമാറിനും തട്ടിപ്പ് മനസ്സിലാകേണ്ടതാണ്. തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഹകരിച്ചവരാണ് ഈ പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരും. അവരെല്ലാം അനന്തുവിൽ നിന്നും നല്ല നിലയിൽ പണം കൈപ്പറ്റിയവരുമാണ്. അനന്തുവിലും ആനന്ദകുമാറിലും മാത്രം ഈ കേസ് വട്ടം തിരിയുന്നതിന്റെ കഥയാണ് ആർക്കും വ്യക്തമാകാത്തത്. നേരെ ചൊവ്വയുള്ള ഒരു വ്യവസായവും നടത്താത്ത അനന്തുവിന്റെ കയ്യിൽ എവിടെ നിന്നാണ് പണം? ഈ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത് ഫണ്ട് പിരിക്കാൻ പോയ നേതാക്കളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതും നേരത്തെ തട്ടിപ്പു കേസിൽ അകപ്പെട്ടയാളുടെ കൈകളിൽ നിന്ന്. തട്ടിപ്പാണെന്ന് അറിഞ്ഞു തന്നെ കിട്ടിയത് വാങ്ങിച്ചവരാണ് പല നേതാക്കളും. ഇനി ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇനി സ്കൂട്ടർ കൊടുക്കാൻ തന്നെ 381 കോടി രൂപ വേണം. അത് എവിടെ നിന്നെടുക്കും? ആരിൽ നിന്നും വാങ്ങും? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.